ഹലോ സുഹൃത്ത്, നമസ്കാരം. ജെഡിസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 23 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ചില ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്നത്തെ. ദി ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്ന കുവൈറ്റിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഹോണർ ലഭിച്ച വ്യക്തിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. മറൂൺ ബെരറ്റ് സെറിമോണിയൽ പരേഡ് നടന്നിട്ടുള്ള സ്ഥലമാണ് യു.പിയിലെ ചാണ്ടിനഗർ ഗരുഡ് റെജിമെന്റൽ ട്രെയിനിങ് സെന്ററിലെ. യൂണിയൻ മിനിസ്റ്റർ ഭൂപേന്ദ്ര യാദവ് ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 പുറത്തിറക്കി. T20 ഏഷ്യ കപ്പ് അണ്ടർ-19 ടീം ഇന്ത്യ ആ മത്സരത്തിൽ വിജയിച്ചു. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഡിസംബർ 23 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രൈം മിനിസ്റ്റർ മോദി ഗെറ്റ്സ് കുവൈറ്റ് ഹയസ്റ്റ് ഹോണർ ദി ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. പ്രധാനമന്ത്രി മോദിക്ക് കുവൈറ്റിന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ലഭിച്ചു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റ് നൽകുന്ന പരമോന്നത പുരസ്കാരത്തിന്റെ പേര് ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. കുവൈറ്റിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡ്, അതായത് പരമോന്നത അവാർഡ് ആണ് ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. ഇത് ലഭിച്ചിട്ടുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കാണ്. 2024 ഡിസംബർ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ആദരിച്ച കുവൈറ്റ് അമീറിന്റെ പേര് ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജബാർ അൽ സബ. കുവൈറ്റിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ നിൽക്കുന്ന വ്യക്തിയാണ്, അതായത് അമീർ എന്ന സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് കുവൈറ്റിന്റെ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജബാർ അൽ സബ. ഇദ്ദേഹമാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഡിസംബർ 22 ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നൽകി ആദരിച്ചിട്ടുള്ളത്. 2024 ഡിസംബർ 22 വരെ നരേന്ദ്രമോദിക്ക് എത്ര അന്താരാഷ്ട്ര അവാർഡുകൾ ലഭിച്ചു? 20 അന്താരാഷ്ട്ര അവാർഡുകൾ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് 20 ഇന്റർനാഷണൽ അവാർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഏത് അവാർഡ് ആണ് അദ്ദേഹത്തിന് ആദ്യമായി ലഭിച്ചിട്ടുള്ളത്? ഏത് രാജ്യമാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്? സൗദി അറേബ്യ. 2016 ഏപ്രിൽ 3 ഓർഡർ ഓഫ് കിങ് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അഫ്ഗാനിസ്ഥാൻ, പാലസ്തീൻ, മാൽദീവ്സ്, UAE, ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന കൺട്രീസ് ആയിട്ടുള്ള USA, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങൾ അദ്ദേഹത്തെ അവരുടെ ഏറ്റവും ഹയസ്റ്റ് അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: മറൂൺ ബെരറ്റ് സെറിമോണിയൽ പരേഡ് ഹെൽഡ് അറ്റ് ഗരുഡ് റെജിമെന്റൽ ട്രെയിനിങ് സെന്റർ ഇൻ UP ചാണ്ടിനഗർ. യുപിയിലെ ചാന്ദിനഗറിലെ ഗരുഡ് റെജിമെന്റൽ പരിശീലന കേന്ദ്രത്തിൽ നടന്ന മറൂൺ ബെരറ്റ് ആചാരപരമായ പരേഡ് എന്ന ഈ വിഷയം, ഇതൊരു ഹെഡിംഗ് ആണ്. ഇത് ഏത് ഫോഴ്സ് ആയി ബന്ധപ്പെട്ട ഒരു പരേഡ് ആണ്, അതായത് മറൂൺ ബെരറ്റ് സെറിമോണിയൽ പരേഡ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 ഡിസംബർ 21 നടന്ന മറൂൺ ബെരറ്റ് സെറിമോണിയൽ പരേഡ് ഏത് പ്രതിരോധ സേനയുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു സെറിമോണിയൽ പരേഡ് ആണ് ഡിസംബർ 21 നടന്നിട്ടുള്ളത്. സാധാരണയായിട്ട് ട്രെയിനിങ് സെന്റേഴ്സിന് പാസ് ഔട്ട് ആകുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ നൽകുന്ന ഒരു പരേഡ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു സെറിമോണിയൽ പരേഡ് ആണ് ഡിസംബർ 21 നടന്നിട്ടുള്ളത്. മറൂൺ ബെരറ്റ് സെറിമോണിയൽ പരേഡ് നടത്തുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക ദൗത്യസേനയുടെ പേരെന്താണ്? ഗരുഡ് കമാൻഡോ ഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു കമാൻഡോ ഫോഴ്സ് ആണ് ഗരുഡ് കമാൻഡോ ഫോഴ്സ്. ഗരുഡ് കമാൻഡോ ഫോഴ്സിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ആണ് മറൂൺ ബെരറ്റ് സെറിമോണിയൽ പരേഡ് ആയിട്ട് ഡിസംബർ 21 നടത്തിയിട്ടുള്ളത്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഗരുഡ് കമാൻഡോ ഫോഴ്സിന്റെ ഒന്നായിരുന്നു ഈ പറഞ്ഞ മറൂൺ ബെരറ്റ് സെറിമോണിയൽ പരേഡ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് കമാൻഡോ സേനയുടെ പരിശീലന കേന്ദ്രം എവിടെയാണ്? ഗരുഡ് റെജിമെന്റൽ ട്രെയിനിങ് സെന്റർ GRTC. UPയിലെ ചാന്ദിനഗറിലുള്ള ഒരു NST പോലുള്ള ഒരു ഫോഴ്സ്, അതായത് ഗരുഡ് ഫോഴ്സിന്റെ ട്രെയിനിങ് സെന്റർ ആണ് ഗരുഡ് റെജിമെന്റൽ ട്രെയിനിങ് സെന്റർ. ഇവിടെ വെച്ചാണ് ഗരുഡ് കമാൻഡോസിനെ നൽകിയിട്ടുള്ള ട്രെയിനിങ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരേഡ് ആയിരുന്നു മറൂൺ ബെരറ്റ് സെറിമോണിയൽ പരേഡ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: യൂണിയൻ മിനിസ്റ്റർ ഭൂപേന്ദ്ര യാദവ് റിലീസസ് ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2023. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് 2023 ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് പുറത്തിറക്കി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്, അതായത് ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 പുറത്തിറങ്ങി. നമുക്ക് നോക്കാം ഇതിലെ ഏറ്റവും ടോപ്പ് ലെവൽ സംസ്ഥാനം ഏതാണെന്നും ഇന്നിപ്പോൾ എത്ര ചതുരശ്ര കിലോമീറ്റർ സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നെല്ലാം നമുക്ക് നോക്കാം.
2024 ഡിസംബർ 21 ഡെറാഡൂണിൽ 2023 18ാമത് ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് ആരാണ് പുറത്തിറക്കിയത്? പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. ഇന്നിപ്പോൾ ഇത് 18ാമത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് ആണ് പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പുറത്തിറക്കുന്നത്. ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 പ്രകാരം രാജ്യത്തെ വനത്തിന്റെയും മരങ്ങളുടെയും ആകെ ശതമാനം എത്രയാണ്? 25.17%. അതായത് 8,27,357 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് 25.17% ഇന്ത്യയിൽ വനവും മരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. 2021 അപേക്ഷിച്ച് 2024 രാജ്യത്തിന്റെ വനങ്ങളുടെയും മരങ്ങളുടെയും വിസ്തൃതിയിൽ എത്ര വർധനവുണ്ട്? 1445 ചതുരശ്ര കിലോമീറ്റർ. അതായത് 2021 കണക്ക് നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യയിൽ 1445 ചതുരശ്ര കിലോമീറ്ററിന്റെ വളർച്ചയാണ് വന്നിട്ടുള്ളത്. അതായത് മരങ്ങളുടെ എണ്ണം 156 ചതുരശ്ര കിലോമീറ്റർ ആയിട്ടും വനത്തിന്റെ വിസ്തീർണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 156 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം വർദ്ധിക്കുകയും മരങ്ങളുടെ എണ്ണമാണെങ്കിൽ 1289 ചതുരശ്ര കിലോമീറ്റർ ആയിട്ട് വർദ്ധിച്ചു. ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 പ്രകാരം രാജ്യത്തെ ആകെ കണ്ടൽ കാടുകൾ എത്രയാണ്? 4992 ചതുരശ്ര കിലോമീറ്റർ. ഇപ്പൊ ഫോറസ്റ്റ് റിപ്പോർട്ട് 2025 പ്രകാരമാണ് ഇപ്പോൾ കണ്ടൽ കാടുകൾ. നമുക്കറിയാം മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മരം എന്ന് പറയുമ്പോൾ കണ്ടൽ കാടുകളാണ്. ഇവയാണ് ഇന്നിപ്പോൾ പല പ്രദേശങ്ങളിലും നമ്മൾ സംരക്ഷിക്കുന്ന, അതായത് മണ്ണൊലിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു കാട്. കണ്ടൽ കാടുകളുടെ എണ്ണം ഇത് വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 4992 ചതുരശ്ര കിലോമീറ്റർ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം. ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 അനുസരിച്ച് ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇപ്പൊ മധ്യപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ വനമേഖല ഉള്ളത്. 2ാം സ്ഥാനത്ത് അരുണാചൽ പ്രദേശ് ആണെങ്കിൽ 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് അണ്ടർ-19 ടീം ലിഫ്റ്റ് ഇനോഗ്രൽ T20 ഏഷ്യ കപ്പ് ടൈറ്റിൽ. ഇന്ത്യ അണ്ടർ-19 ടീം കന്നി T20 ഏഷ്യ കപ്പ് കിരീടം ഉയർത്തി. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 പ്രഥമ അണ്ടർ-19 ACC വനിത T20 ഏഷ്യ കപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ആദ്യത്തെ ഒരു മത്സരമായിരുന്നു അണ്ടർ-19 ACC വനിത T20 ഏഷ്യ കപ്പ് കിരീടം. ഇതിൽ ഇന്ത്യയാണ് വിജയിച്ചിട്ടുള്ളത്. 2024 ഡിസംബർ 22 മലേഷ്യയിലെ കുലാലംപൂരിൽ നടന്ന പ്രഥമ അണ്ടർ-19 ACC വനിത T20 ഏഷ്യ കപ്പ് കിരീടം ഏത് ടീമിനെതിരെയാണ് ഇന്ത്യ നേടിയത്? ബംഗ്ലാദേശ്. ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഒരു ഫൈനൽ മത്സരമായിരുന്നു T20 അണ്ടർ-19 വനിത T20 ഏഷ്യ കപ്പ് കിരീടം. ഇതിലാണ് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത്. മലേഷ്യയിലെ കുലാലംപൂരിൽ നടന്ന അണ്ടർ-19 ACC വനിത T20 ഏഷ്യ കപ്പ് കിരീടത്തിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 6. അപ്പൊ 6 രാജ്യങ്ങളുടെ ഒരു മത്സരമായിരുന്നു ഏഷ്യ കപ്പ്. അതായത് 2024 ആരംഭിച്ചിട്ടുള്ള മലേഷ്യ കുലാലംപൂരിൽ നടന്നിട്ടുള്ള ആദ്യത്തെ അണ്ടർ-19 ACC വനിത T20 ഏഷ്യ കപ്പ്. അതിൽ 6 ടീം ആണ് പങ്കെടുത്തിട്ടുള്ളത്. ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഫോർമർ സുപ്രീം കോടതി ജഡ്ജ് മദൻ ലോക്കൂർ അപ്പോയിന്റഡ് ആസ് യുണൈറ്റഡ് നേഷൻസ് IJC ചെയർപേഴ്സൺ. മുൻ സുപ്രീം കോടതി ജഡ്ജി മദൻ ലോക്കൂറിനെ ഐക്യരാഷ്ട്രസഭയുടെ IJC ചെയർപേഴ്സണായി നിയമിച്ചു. യുണൈറ്റഡ് നേഷന്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് IJC, അതായത് ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ. ഇതിൽ നിയമിക്കപ്പെട്ട വ്യക്തിയാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി മദൻ ലോക്കൂർ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. യുണൈറ്റഡ് നേഷൻ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിലിന്റെ ചെയർപേഴ്സണായി ഇന്ത്യയിൽ നിന്നുള്ള ആരെയാണ് നിയമിച്ചത്? ജഡ്ജി മദൻ ബി ലോക്കൂർ. സുപ്രീം കോടതിയിലെ ഒരു സീനിയർ ജഡ്ജ് ആയിട്ടുള്ള ജഡ്ജി മദൻ ബി ലോക്കൂറിനെയാണ് യുണൈറ്റഡ് നേഷൻ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങൾ. 5 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒന്നാണ് ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ. യുണൈറ്റഡ് നേഷൻ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിലിന്റെ ചെയർപേഴ്സണായി ജഡ്ജി മദൻ ബി ലോക്കൂറിനെ നിയമിച്ചത് ആരാണ്? യുണൈറ്റഡ് നേഷൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറേസു. ആന്റോണിയോ ഗുട്ടറേസു ആണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷന്റെ സെക്രട്ടറി ജനറൽ. അദ്ദേഹമാണ് ജഡ്ജി മദൻ ബി ലോക്കൂറിനെ നിയമിച്ചിട്ടുള്ളത്. ആന്റോണിയോ മാനുവൽ ഡി ഒലിവേറിയ ഗുട്ടറസ്. അദ്ദേഹം പോർച്ചുഗീസ് പൊളിറ്റീഷ്യനാണ്, ഒപ്പം തന്നെ ഡിപ്ലോമാറ്റും. ഇന്നിപ്പോൾ യുണൈറ്റഡ് നേഷന്റെ 9ാമത്തേതും കറന്റ് സെക്രട്ടറി ജനറൽ ആണ് ആന്റോണിയോ
ഗട്രിസ്. 2017 മുതലാണ് അദ്ദേഹം യുണൈറ്റഡ് നേഷന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് സേവനം നൽകി വരുന്ന വ്യക്തി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ awarded ഹോസ്റ്റിംഗ് റൈറ്റ്സ് ഫോർ ISSF ജൂനിയർ വേൾഡ് കപ്പ് 2025. ISSF ജൂനിയർ ലോകകപ്പ് 2025 ആദ്യത്തെ അവകാശം ഇന്ത്യക്ക് ലഭിച്ചു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. അതായത് ISSF ഷൂട്ടിംഗ് കോമ്പറ്റീഷന്റെ വേൾഡ് കപ്പ് മത്സരമാണ്, അതായത് ജൂനിയർ വേൾഡ് കപ്പ് മത്സരമാണ് ഇന്ത്യക്ക് നടത്താനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ISSF ജൂനിയർ ലോകകപ്പ് റൈഫിൾ പിസ്റ്റൽ ഷോട്ട് ഗണ്ണിനെ ആദ്യത്തെ വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയാണ് വരാൻ പോകുന്ന വർഷം ISSF ജൂനിയർ ലോകകപ്പ് റൈഫിൾ മത്സരം നടത്താൻ പോകുന്നത്. 2023 ഇന്ത്യ ആദ്യത്തെ വഹിച്ച പ്രധാന അന്താരാഷ്ട്ര ഷൂട്ടിംഗ് മത്സരം ഏതാണ്? സീനിയർ ISSF ലോകകപ്പ്. ഇപ്പൊ 2023 നടന്നിട്ടുള്ള ഇന്ത്യയിലെ പ്രൊഫഷണൽ, അതായത് സീനിയർ ഇന്റർനാഷണൽ ലെവലിലുള്ള മത്സരമാണ് ISSF നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ്: ഡൽഹി ടു ഹോസ്റ്റ് 2025 പാരാ അത്ലറ്റിക് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യക്ക് വീണ്ടും ഒരു സ്പോർട്സ് മേഖലയിൽ ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ്, അതായത് ആ ഒരു സ്പോർട്സ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം. ഇതനുസരിച്ച് പാരാ അത്ലറ്റിക്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഡൽഹിയിലാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 പാരാ അത്ലറ്റിക്സ് ലോക ചാമ്പ്യൻഷിപ്പിനെ ആദ്യത്തെ വഹിക്കുന്ന നഗരം ന്യൂഡൽഹി. ഇപ്പൊ ന്യൂഡൽഹിയാണ് 2025 നടക്കാൻ പോകുന്ന അത്ലറ്റിക്സ് ലോക ചാമ്പ്യൻഷിപ്പിനെ ആദ്യത്തെ വഹിക്കാൻ പോകുന്ന നഗരം. 2025 പാരാ അത്ലറ്റിക്സ് ലോക ചാമ്പ്യൻഷിപ്പിന്റെ 12ാം പതിപ്പിനെ ന്യൂഡൽഹി ഏത് തീയതിയിലാണ് ആദ്യത്തെ വഹിക്കുന്നത്? സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെയും. അതായത് അടുത്ത വർഷം സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെയാണ് 2025 വേൾഡ് പാരാ അത്ലറ്റിക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.